ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാഥമിക വിലയിരുത്തലുകളൊക്കെ ഇന്ന് നടത്തിയിട്ടുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഉപതെരഞ്ഞെടുപ്പാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിന് മുൻപും കേരളത്തിൽ വൻ പോളിംഗ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഈ ഒരു പോളിംഗ് ശതമാനം കോൺഗ്രസ് പാർട്ടിയുടെയോ UDFൻ്റെയോ ഭൂരിപക്ഷത്തെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷമായി മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ല ആത്മവിശ്വാസം കൂടുന്നതല്ലാണ്, കുറയത്തില്ല ഈ റിസൾട്ടിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നും നാളെയും കൂടെ ഒരു വിശദമായ മീറ്റിംഗുകൾ നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് ഏജന്റുമാരെയും കൂടി വെച്ചിട്ട് ഞങ്ങളും പരിശോധിക്കും എന്താണ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാനുള്ള സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെൻറ്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു പ്രചരണ രംഗത്ത്. എന്തായാലും അത് മനസ്സിലാക്കും. പക്ഷെ ഞങ്ങളെ ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം, ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല. ഇടതുപക്ഷത്തിന് അമിത ആത്മവിശ്വാസം നൽകുന്ന ഈ പോളിംഗ് ശതമാനം കുറഞ്ഞെന്നാണ് സത്യമംഗലി പറഞ്ഞത്. 23 വരെ അവർക്ക് അവകാശമുണ്ട്. അവർ ആത്മവിശ്വാസത്തോടെ നിൽക്കട്ടെ. പക്ഷേ ഞങ്ങൾ വയനാട്ടിൽ പോയവർക്കും വയനാട്ടിലെ ജനങ്ങൾക്കും അറിയാലോ കൃത്യമായിട്ട് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ അതൊക്കെ അവരുടെ വാദമുഖമാണല്ലോ. അതൊക്കെ CPMൻ്റെയും കൈരളിയും ഒക്കെ നടത്തുന്ന വാദമുഖമാണ്. അതിനോടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ചാനലൊക്കെ അതൊക്കെ പറഞ്ഞോട്ടെ. ജനം 23-ാം തീയതി വിധി എഴുതും പറയാലോ ആരോടാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വിമുഖത, ഏത് പാർട്ടി അണികൾക്കാണ് സ്വന്തം പാർട്ടിയോട് വോട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തത്. ഇത് 23-ാം തീയതി വ്യക്തമായിട്ട് മനസ്സിലാവും. ആ 23-ാം തീയതി മനസ്സിലാവുമ്പോൾ ഈ പറഞ്ഞതിനുള്ള ഉത്തരം വരും ചെയ്യും. അല്ല, ഞങ്ങൾ വിലയിരുത്തലുണ്ട്. ഞങ്ങൾ ആ വിലയിരുത്തൽ ഇപ്പം പറഞ്ഞല്ലോ. ഞങ്ങളെ വിലയിരുത്തൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വോട്ട് കുറയില്ല. ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വോട്ട് കുറയില്ല.